ആൾക്കാർ ഈ മാർബിൾ ഇടുമ്പോൾ ഒരുപാട് പൈസ ആവില്ലെന്നാണ് ചോദിച്ചു. ഈ ആൾക്കാരൊക്കെ അവരോടൊക്കെ ഈ പ്രൈസ് പറഞ്ഞു കൊടുത്തപ്പോൾ ടൈൽസിന്റെ പ്രൈസ് ആയിട്ടുള്ളതാണ്. അതും ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ അടുത്ത് വീട് പണി എടുക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ വീട് പണി ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും, വീട് പണിയൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരെ വീഡിയോ കാണുന്നത്. അങ്ങനത്തെ ഫ്ലോർക്ക് നിങ്ങൾക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാൻ? മാർബിളാണോ, ടൈലാണോ, ഗ്രാനൈറ്റ് ആണോ? അത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? മാർബിള് ഞങ്ങൾ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത് കാലിന്റെ ഒന്ന് തണുപ്പ് കിട്ടും, പിന്നെ കാലിന് ടൈലില് നമ്മക്കൊക്കെ അത്ര ഇൻട്രസ്റ്റ് അല്ല. ഫാമിലി അതൊക്കെ പോയി ടൈലിൽ നിൽക്കുമ്പോൾ നമുക്ക് കാലിനൊക്കെ റെസ്റ്റ്. താഴത്ത് ഗ്രാനൈറ്റ് ഇട്ടപ്പോൾ ഗ്രാനൈറ്റിലൊക്കെ നമ്മൾ ഹാപ്പിയാണ്. ഗ്രാനൈറ്റ് അന്ന് ഇടാൻ കാരണം നമ്മള് ഈ ഡസ്റ്റിന്റെ വിഷയങ്ങളൊന്നും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറലാണ്, പ്യുവർ നാച്ചുറലാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു 10-20 വർഷം കണ്ട് പോളിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അതിനെ കുറിച്ച് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് അതിൽ വേറെ ഒന്നും ടൈൽസിനെ കുറിച്ച് നോക്കിയിട്ടല്ല, ഗ്രാനൈറ്റും നോക്കിയില്ല. ടൈൽസ് ഇപ്പൊ കുറെ ആൾക്കാര് അത് കൂടുതൽ ആളുകളും ചെയ്യുന്നത് സൗകര്യം നോക്കിയിട്ടാണ്. പെട്ടെന്ന് വർക്ക് തീർക്കുക, പിന്നെ കുറച്ചും കൂടി ഒരു പിന്നെ ഭംഗിയൊക്കെ കിട്ടുന്നുള്ള തോന്നലുകൾ, ചെലവ് കുറെ കുറയും. അതിൽ വേറെ ഇതുണ്ട്. ഇപ്പൊ ടൈൽസിന്റെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ ടൈൽസിനെ നല്ല പ്രൊജക്ട് ചെയ്തെടുത്ത് കാണിച്ചിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മളെ മാർബിൾ ഒരിക്കലും അങ്ങനെയല്ല. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയില്, ആ പുറത്ത് യാർഡിലൂടെ കിടക്കുന്നുണ്ടാവും. ആ സാധനം നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇത് വിരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതിനെ കുറിച്ച് അറിയണവർക്ക് കല്ലിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ചൂസ് ചെയ്യുള്ളൂ. മാർബിൾ നമ്മള് സ്ഥിരം കാലോട് ചവിട്ടുന്നവരാണല്ലോ എല്ലാ വീട്ടുകാരും. അപ്പൊ പിന്നെ നിലത്ത് കിടക്കുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഗുണം നമ്മളെ മെറ്റീരിയൽ നമ്മളതിന്റെ കച്ചവടം ചെയ്യണത് മാത്രമേ ഉള്ളൂ. നമുക്കതിൽ യാതൊരു റോളും ഇല്ല. കട്ട് ചെയ്ത് വെച്ച കല്ല്, ഭൂമിയിൽ നിന്നുള്ള കല്ല് നമ്മളത് കൊടുന്ന് അത് വിരിച്ചു കൊടുക്കുന്ന ഒരു റോള് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാർബിൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ആരോട് പറയുകയാണെങ്കിലും മാർബിൾ തന്നെ ചൂസ് ചെയ്യാൻ നമ്മൾ പറയുള്ളൂ. നമ്മളെ പിന്നെ ഒരു എക്സ്പീരിയൻസും നമ്മളെ ഇൻട്രസ്റ്റും ഒക്കെ മാർബിളാണ്. അല്ലെങ്കിൽ നമ്മൾ ടൈല് പോകില്ലേ, ടൈല് പോയി ചോദിച്ചിട്ടില്ല. മുകളിൽ കുറേ ആൾക്കാർ പറയുന്നത് മുകളിൽ ടൈലിട്ടാണ്. അപ്പോൾ ഈ ടൈലിനേക്കാളും പക്ഷേ എക്സ്പെൻസ് കുറവാത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിൽ എന്ത് ചെയ്തത് മാർബിളിട്ടത്. ഒരുപാട് ആൾക്കാർ താഴെ ഇട്ടിട്ട് മുകളിൽ ചെയ്യുന്നില്ല. ഇത്തരാണ് നമുക്ക് സുഖം. ടൈൽസ് ചെയ്യണോല് ടൈൽസിന്റെ ചെയ്യുള്ളൂ. കാരണം നാച്ചുറൽ സ്റ്റോണും ആൾക്കാർ ഈ മാർബിൾ ഇടുമ്പോൾ ഒരുപാട് പൈസ ആവില്ലെന്നാണ് ചോദിച്ചു. ഈ ആൾക്കാരൊക്കെ അവരോടൊക്കെ ഈ പ്രൈസ് പറഞ്ഞു കൊടുത്തപ്പോൾ ടൈൽസിന്റെ പ്രൈസ് ആയിട്ടുള്ളതാണ്. അതും ആയിട്ടുണ്ടാവില്ല. ഈ സംസാരം പറയുന്നത് എല്ലാവർക്കും ഉള്ള വിഷയം ഇതാണ്. ടൈൽസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നെഗറ്റീവ് എന്താ വെച്ചാൽ വർക്ക് സമയം എടുക്കും. വർക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏകദേശം ഒരു മാസം ചില ദിവസം കൊണ്ട് മൊത്തം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. 30-35 ദിവസം കൊണ്ട്. ടൈൽസ് ആണെങ്കിലും ഈ പറഞ്ഞ ലേബേഴ്സ് കറക്റ്റ് വന്നില്ലെങ്കിൽ ഈ സമയം എടുക്കും. ടൈൽസ് നമുക്ക് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് തീരും. പക്ഷെ അതിനേക്കാളും ഒരു 15-20 ദിവസം കൂടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഇത്രയും നല്ല കിട്ടൂലേ. പിന്നെ പറയാനുള്ള ആരോടാണെങ്കിലും പറയാനുള്ളത് കൊട്ടേഷൻ എടുക്കാന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് പ്രകാരം ഓരോ കൊണ്ട് അളപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ വന്നത് നിങ്ങളിപ്പോൾ നമ്മൾ ഒരു എൻക്വയറി വന്നപ്പോൾ തന്നെ നിങ്ങളിവിടെ വന്ന് ഇതിൻ്റെ മൊത്തം അളവെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഇത്ര എമൗണ്ടിൽ ഞങ്ങൾ എന്ത് ചെയ്തു തരും എന്നുള്ള ഒരു എഗ്രി നിങ്ങൾ തന്ന് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അപ്പോൾ എത്ര എക്സ്പെൻസ് വരും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആയില്ലേ. അതിന് ശേഷമല്ലേ നമ്മൾ തമ്മിൽ എന്ത് ചെയ്യുന്നത് അല്ലേ, കോണ്ടാക്ട് ആകുന്നതിന് ശേഷം നമ്മള് ആ അഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു ഇത്ര. പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ചിലപ്പം അത് ഭയങ്കര പൈസ ആവും, ഇതെങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞതിനപ്പുറം നമ്മൾ ആ ഒരു ഷോപ്പിൽ പോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് അളന്ന് എന്തായാലും ഇത്ര ആവും എന്ന് പറഞ്ഞുതരും. നേരിട്ടൊരു കൊട്ടേഷൻ എടുക്കുക, കൊട്ടേഷൻ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവന് ഇതേപോലെ തന്നെ അവന്റെ വീട്ടിൽ ടൈലിട്ടു. അവന് ഈ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ഒക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ടൈലിട്ടത്. അവന്റെ പെങ്ങള് വീടുണ്ട്, ഇപ്പോ മാർബിളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവനോട് മാർബിളിന്റെ വർക്ക് എടുക്കണ്ട, കരുതിയിലൊന്നും നിൽക്കൂല എന്ന് പറഞ്ഞു. 1100 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവന് പറഞ്ഞെടുത്തു, നമ്മളെ സുഹൃത്താണല്ലോ, നമുക്ക് എന്തും പറയാമല്ലോ. എന്നോട് പറഞ്ഞെടുത്തു ഈ ഒരു എമൗണ്ടേ വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ആ ഒരു വാക്കിന്റെ വിശ്വാസത്തിലാണ് അപ്പോൾ വർക്ക് എനിക്ക് തന്നിരുന്നത്. ആ വർക്ക് ഏകദേശം ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പോളിഷിങ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഇനി അളന്ന് കൂട്ടി കൊടുത്തിട്ട് നമ്മളെ ബഡ്ജറ്റിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു ബോധ്യപ്പെടുത്തിട്ട് അത് കരാറെടുത്തേക്കല്ല, അത് മെഷർമെന്റ് എടുത്തിട്ട് വർക്ക് കഴിഞ്ഞിട്ട് അളവെടുത്തുകൊണ്ട് കൂലി കൂട്ടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വർക്ക് ഫിറ്റിങ് കഴിഞ്ഞു, ഇനി അളന്നുകൊണ്ട് അവർ കൂട്ടി കൊടുത്ത് ഇത്ര റുപ്യൻ്റെ
ബഡ്ജറ്റ് പറഞ്ഞ റേറ്റ് തന്നെ നിന്നുകൂടുന്നുള്ളൊരു ഇതാണ്. 1700 സ്ക്വയർ ഫീറ്റ് ആളിനോട് ഒറ്റ ചോദിച്ചു 1 ലക്ഷം റുപ്യന്റെ മേലൊക്കെ പണിക്കൂലി വരുമെന്ന് വെച്ച്. 1200 സ്ക്വയർ ഫീറ്റ് നമ്മൾ 2000 അത്ര വന്നു നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ അത്രയൊന്നും വരൂല എന്താ ഈ പറയുന്നത്. ആ ഒരു മൈൻഡാണ് എല്ലാവർക്കും. ഇപ്പൊ ഇവിടെ വന്ന് നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാർ ചോദിച്ചത് മാർബിൾ അത്രയും പണിയല്ലേ, സമയം എടുക്കൂലേ, എക്സ്പെൻസ് എത്ര വരൂലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം എന്താ, എത്രയാണ് ബഡ്ജറ്റ് വരാന്നാ നോക്കിയത്. മെറ്റീരിയലും ലേബറും തമ്മിൽ എല്ലാം കൂടെ എത്ര വരും ഞങ്ങൾ നോക്കി. ടൈൽസും എത്ര വരും എന്നുള്ളത് നമ്മൾ നോക്കി. ടൈൽസ് നമുക്ക് തീരെ താല്പര്യമില്ല. നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളിപ്പോ മുകളില് ടൈൽസും താഴെ മാർബിൾ ഇടാനാണ് ആദ്യം കണ്ടത്. കാരണം ഈ ബഡ്ജറ്റിന്റെ അതേ ചിന്തയിൽ ഞങ്ങൾക്കും. പക്ഷെ നിങ്ങൾ വന്ന് നിങ്ങളടുത്ത് ഒന്നും കാട്ട് നിങ്ങൾ ഈ 2000 സ്ക്വയർ ഫീറ്റിന് ഇത്ര എക്സ്പെൻസ് ലേബറേ വരുമെന്ന് നിങ്ങൾ കറക്റ്റ് പറഞ്ഞത്. മെറ്റീരിയൽ പിന്നെ ഞങ്ങൾ അവിടെ ചൂസ് ചെയ്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തു. ആ മെറ്റീരിയൽ ബേസ് ആണ്. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെ ലേബർ അത്ര വരും എന്നുള്ള ഒറ്റ ഉറപ്പുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്. മൊത്തം ചെയ്യാൻ ഞങ്ങൾക്ക് മാർബിളിന് താല്പര്യം. പക്ഷെ ഈ പറഞ്ഞ വലിയ എല്ലാവരും ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ ഇപ്പൊ ഈ മാർബിൾ നിങ്ങൾ പറയാണ് 100 റുപ്യ സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കിട്ടി. പക്ഷെ ലേബർ അങ്ങനല്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലേബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ 30 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1030,000 മതി. പക്ഷെ നിങ്ങൾ അളവുകൾ പല തരത്തിലുള്ള അളവുകൾ, അതായത് സ്കേർട്ടിങ് മറ്റേ മറിച്ച്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതായത് പിന്നെ സ്ക്വയർ ഫീറ്റ് അല്ല ചോദിക്കുന്നത്, മൊത്തം എത്ര ലേബർ മൊത്തം വരും. അത് 1, 2, 3 ആയിക്കോട്ടെ നിങ്ങൾ പറയണം. അതിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, 2, 3, 5 റുപ്യ കൂടി 50,000 കൂടി 75,000 കൂടി പറഞ്ഞില്ലേ. ഇനിയിപ്പോ നമ്മള് പറഞ്ഞ രീതിയില് ഇപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു എവിടൊക്കെ മോൾഡ് ചെയ്യണം, എവിടൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒട്ടിച്ചു. ആ പറഞ്ഞ കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഒരു കരാറ് പറഞ്ഞു. അതേ കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ വർക്ക് തീർത്തിട്ട് എനിക്ക് ഇനി ആ കരാറിൽ നഷ്ടമാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങളോട് എനിക്ക് ഒരു അക്ഷരം ഉണ്ടാകാൻ അവകാശമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ കരാർ എന്താണോ ആ കരാറ് വാങ്ങിപ്പോയാലോ. ഡീൽ അതാണ്, ആ ഡീൽ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, അത് എനിക്ക് ഇനി ഇവിടെ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഒരു അക്ഷരം ഉണ്ടാകാൻ അവകാശം എനിക്കില്ല. അത് ചോദിക്കാൻ ഞാൻ പാടില്ല. കാരണം ഞാൻ നിങ്ങളോട് കരാറ് പറഞ്ഞു. നിങ്ങൾ എന്നോട് ഇത്ര റുപ്യക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ചോദിച്ചു. പൊതുവെ എല്ലാവരും ഇവിടെയാണ് പ്രശ്നം. എല്ലാവരും ഈ ലേബർ എത്ര വരും, എത്ര എക്സ്പെൻസ് വരും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പല ആളുകളും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഷോപ്പിൽ പോവുക, അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവ് പറഞ്ഞിട്ട് എത്ര എക്സ്പെൻസ് വരും, നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് ആരും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംശയത്തിൽ ബഡ്ജറ്റ് ഇടിക്കണില്ല. ഫ്ലോറിംഗ് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇപ്പൊ ടൈൽസാരുടെ ബഡ്ജറ്റ് ഇടിക്കുക, മാർബിളായി എടുത്ത് ടൈൽസ് വെച്ചിട്ടിരിക്കുക. പിന്റെ അടുത്ത് തന്നെ എടുക്കണം എന്നില്ല. നാച്ചുറൽ സ്റ്റോണിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഒരിക്കലും ഇന്റെ വർക്കിന് അല്ലെങ്കിൽ ഇത് വേറെ ഷോപ്പിനൊന്നുമല്ല. നമ്മൾ ഫ്ലോർ എന്ന് മാത്രമല്ല, നമ്മൾ ഏത് സംഗതി ആണെങ്കിലും നമ്മളൊന്ന് ബഡ്ജറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ 5 ലക്ഷം റുപ്യക്ക് ചെയ്യുന്ന സംഗതി ചിലപ്പോൾ 7 ആവും 8 ആവും, ബാലൻസ് ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാ കാര്യത്തിലും ബഡ്ജറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവനാക്കൽ നിർബന്ധം. പിന്നെ നമുക്ക് ടെൻഷൻ ആവും. ഫണ്ട് നമുക്ക് കണ്ടെക്കാനും അതുപോലെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. ഇത്ര വരും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇത് വേണോ, ഇപ്പൊ ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ ചെയ്താൽ മതി എന്നൊക്കെ ഏതെങ്കിലും തീരുമാനം എടുക്കാലോ. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ 25,000 അൺലിമിറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും ഇപ്പോ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിന്ന് പണിക്കാരിപ്പോ ലേബർ കോസ്റ്റ് ഇത് വാങ്ങിപ്പോയി, പൈസ വാങ്ങിപ്പോയി, വർക്ക് തീർത്തു, ഹൗസ് വാമിങ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കരാറ് പറഞ്ഞ ഫുള്ള് പൈസ നമ്മള് ഇടപാട് തീർന്നിട്ടില്ല. അതായത് ചില വർക്കേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ കരാറ് പറയും എന്നിട്ട് പോലെ അങ്ങനെ വാങ്ങും. ഒരു കണക്കില്ലാതെ വാങ്ങിയിട്ട് നമ്മളിപ്പോ ഒരു 1 ലക്ഷം റുപ്യ കരാറ് പറഞ്ഞോന്ന് നിൽക്കുക, ഒരു 1.20 അല്ലെങ്കിൽ 1.10 വാങ്ങിയിട്ടുണ്ടാവും, 1ന്റെ മുകളിൽ വാങ്ങിയിട്ടുണ്ടാവും. ഇത് വാങ്ങിയിട്ട് പിന്നെ കണക്കൂട്ടലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ പോകും. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു എമൗണ്ട് നിങ്ങൾക്ക് അറിയാം. ആ ഒരു എമൗണ്ട് ഇപ്പോഴും നമ്മൾ ലേബേഴ്സ് ഇങ്ങോട്ട് നിന്ന് വാങ്ങിയിട്ടുണ്ടാവില്ല. അതെന്ത് ചെയ്യുന്നത്, നമ്മളത് സാധാരണ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഇത് ഒക്കെ പെർഫെക്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള ബാലൻസ് പൈസ നമ്മളിപ്പോൾ 10,000 റുപ്യ അല്ലെങ്കിൽ 15,000 റുപ്യ ബാലൻസ് നിർത്തിയിട്ട് നമ്മൾ ഫുൾ ക്യാഷ് വാങ്ങും. അതായത് ഫുള്ള് വർക്ക് തീർക്കും. എന്നിട്ട് വർക്ക് തീർത്തിട്ട് ബാക്കിയുള്ള 10,000 റുപ്യ അല്ലെങ്കിൽ 15,000 റുപ്യ നമ്മൾ വാങ്ങിപ്പോരുള്ളൂ. ഇതൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷമാണ് ആ ഒരു ഡീലിൽ. കാരണം ലേബർ വന്നാൽ നിങ്ങൾ തന്നെ പറയും ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ബാലൻസ് ചെയ്തിട്ട്, അതായത് ഓരോ ഫ്ലോർ ഫസ്റ്റ് വിരിച്ച സമയത്ത് നിങ്ങൾ ഇത്ര കൊടുത്തു വിട്ടു, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ്, അങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് അതും നമ്മൾ അങ്ങോട്ട് തരാനാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇങ്ങോട്ട് ലേബറും തമ്മിൽ യാതൊരു ഇടപാടില്ല. ഇങ്ങളും ഞാനും തമ്മിൽ ഇടപാട്. അവര് ഇങ്ങോട്ട് പൈസ കൂടുതൽ വാങ്ങിപ്പോയോ കുറവ് വാങ്ങിപ്പോയോ ഒന്നും നിങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് എന്താണോ കരാറ് പറഞ്ഞിട്ടുള്ളത് ആ കരാറിൽ തീർത്തരുന്ന എന്റെ ബാധ്യതയാണ്. അപ്പൊ അവര് പൈസ ഏറെ വാങ്ങി പോകാതെ നോക്കേണ്ടത് നിങ്ങളതിലേറെ ഉത്തരവാദിത്വം എനിക്കാണ്.
അത് നമ്മൾ നോക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താൽ നിങ്ങൾക്ക് ഈ വർക്ക് ഫ്രീ ആയിട്ട് തീർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതിന്റെ സാഹചര്യം ഒരിക്കലും ഞാൻ വരുത്തൂല. അതുകൊണ്ടാണ് ലേബേഴ്സ് ഇപ്പോ ഒരു 50,000 ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയും 50,000 കൊടുക്കണ്ട, 40,000 കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അല്ല മീൻസ് എക്സാമ്പിൾ പറഞ്ഞാണ്. ഇവരൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾക്ക് വർക്ക് എടുക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു സിസ്റ്റം റോക്സ്ട്രോം മാർബിൾസിന്റെ ഒരു സിസ്റ്റം എന്താണെന്ന് അവർക്കറിയാം. ആ സിസ്റ്റത്തിലെ പോണത് നമ്മൾ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് തിരിച്ച് എത്ര റുപ്യ നമ്മളെ ഷോപ്പിൽ നിന്ന് അവർക്ക് അലോഡ് ചെയ്ത് കൊടുക്കും. അത് എന്താന്ന് ഓൽക്ക് അറിയാം. ആ ലെവലിൽ ഒരു വാങ്ങുള്ളൂ. അങ്ങനെ ഇങ്ങനെ പോവുള്ളൂ കുറെ കാലമായിട്ട്. പിന്നെ നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഷോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അന്ന് ഒരു മഞ്ചേരിക്ക് പോണ സമയത്ത് യാദൃശികമായിട്ടാണ് കണ്ടത്. അപ്പൊ അവിടെ വന്നപ്പോ സാധാരണ ഞങ്ങൾ ആ പിന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച് പോരായിരിക്കാം, ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് പോരായിരിക്കാം. നിങ്ങൾ ആദ്യം കടയിൽ ഇരിക്കാനാ പറഞ്ഞത്. ഞങ്ങൾ ഇരിക്കില്ല, നേരില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം അവിടെ ഇരുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഗുണമായി. കാരണം നിങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഞങ്ങളെടുത്തുള്ള ഒരു ആശയങ്ങൾ പറഞ്ഞതെല്ലാം കൂടി സ്വാഭാവികമാണല്ലോ. അപ്പൊ നമ്മള് ഇരുത്തി സംസാരിക്കണം എന്താ ചെയ്യുന്നത്, ഇതിനെ കുറിച്ച് പലർക്കും അറിയൂല. ജസ്റ്റ് ഇങ്ങനെ കേട്ടാൻ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് യാഥാർത്ഥ്യം എന്താ അറിയില്ല. അതിന് സാധാരണ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ഇത് എന്താണെന്ന് മനസ്സിലാവും, എന്തൊക്കെ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിന്ന് വന്നു, ടൈൽ എടുക്കണോ അല്ലെങ്കിൽ മാർബിൾ എടുക്കണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആള് മാർബിളിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ പിന്നെ ഒരിക്കലും ടൈൽസിലേക്ക് പോകില്ല. 100% അയാൾ 100% അവർ ടൈൽമുക്ക് പോകില്ല. കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്ര റുപ്യ സാധനത്തിന് ഇത്ര റുപ്യ പണിക്കൂലി, അതിനാള് അത് കൂടുതലാണ് തന്നെ പോകും. ഇരുന്നിട്ട് തലക്കുന്ന A to Z കേട്ടണം. ഇപ്പൊ ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും അവരെടുത്ത് ഫുള്ള് ഇരുന്ന് സംസാരിക്കാം. എത്ര റുപ്യ വരും മൊത്തം ടോട്ടലൊക്കെ കൂട്ടി വരുന്ന സമയത്ത് എത്ര. നിങ്ങൾ അവിടെ ഇരുന്ന് എല്ലാം പേപ്പറിൽ ഏകദേശം എല്ലാം എഴുതി കാട്ടി കൂട്ടി പറഞ്ഞു. ഏകദേശം നിങ്ങൾ പറഞ്ഞു നമ്മൾ വീട് ഒന്നും കണ്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞുതരാം, അതിൽ കൂടൂല. അത് പറഞ്ഞു, അത് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയത്. അവിടെ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ പറഞ്ഞു നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ പറയുമ്പോഴേ മനസ്സിലാവും. ചില സെയിൽസ്മാരുണ്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അല്ലാതെ എന്താണ് നമ്മളെ കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സമയം ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. നിങ്ങൾ നേരെ തിരിച്ച് നമ്മളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ എല്ലാം അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നപ്പോൾ നമ്മളത് സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ടാണ് നമ്മൾ അന്ന് നിങ്ങളോട് വന്ന് അളക്കാൻ പറഞ്ഞത്. വളർന്നിട്ട് ഇത്ര എക്സ്പെൻസ് വരും നിങ്ങൾ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അവിടെ വന്ന് നമ്മൾ ആ പൈസ അഡ്വാൻസ് ചെയ്തിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാം കൊണ്ടും ഓക്കെയാണ്. വർക്കൊക്കെ ഓക്കെ, ഹാപ്പിയാണ്. അത് കേട്ടാൽ മതി. നമുക്ക് നമ്മൾ മെനക്കെട്ടിട്ട് കാര്യം കിട്ടിയ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മാർബിളിന്റെ വർക്ക് കുറെ സ്ഥലങ്ങളിൽ തെറ്റിപ്പിരിഞ്ഞ് പോകുന്നുണ്ട് ആൾക്കാര്. ഈ ഒരു കേസ് തന്നെയാണ്. വർക്ക് പൗതിക്കെട്ട് പോകും, പണി ഫുള്ളാക്കൂല, അല്ലെങ്കിൽ എക്സ്ട്രാ വേണമെന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോ പണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീട്ടിൽ വന്നിരിക്കണത്, എന്നിട്ടാണ് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കണത്. നമ്മളെ പണിയിൽ എന്തെങ്കിലും ഒരു പോരായ്മ മേജറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ മുമ്പിലൊന്നും ഇങ്ങനെ ഇരിക്കാൻ കഴിച്ചില്ല. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് പറയല്ലോ, പോസിറ്റീവ് പറയല്ലോ. നമ്മൾ ഈ നിങ്ങളെ ലേബേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. പറഞ്ഞല്ലോ നേരത്തെ, ലേബേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അവർ ഉത്തരവാദിത്തം അതിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ വർക്കും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു തരും. ഇപ്പം നമ്മൾ തന്നെ പിന്നെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വന്ന് ഇങ്ങനെ കയറി കളിച്ച് മണ്ണോ പൊടിയൊക്കെ ആക്കുമ്പോൾ പറയും അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ എല്ലാം പറഞ്ഞ് നമുക്കൊക്കെ മനസ്സിലാക്കി തന്ന വൃത്തി തന്നെ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ പണി കഴിഞ്ഞ് പോയാൽ മതി എന്നുള്ളതല്ല, ആ ജോലിയിൽ അവർക്ക് ഉത്തരവാദിത്തം. ഇത് കഴിഞ്ഞിട്ട് ഇത് പൈസ വാങ്ങി പോയിക്കാണ്ട് നമുക്ക് ഇതിമ്മ നിർത്തണ്ടല്ലോ. നമുക്ക് തൊട്ടപ്പുറത്ത് വീട് ഇപ്പുറത്ത് വീടൊക്കെ നമുക്ക് വർക്ക് എടുക്കണം. ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടിട്ട് വേറെ വർക്ക് വരുള്ളൂ. നമ്മൾ വിരിക്കുന്നതൊക്കെ കുറേയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഇവർ പറയും ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുന്നത്. ചില ആളുകളൊക്കെ ലേബേഴ്സ് എന്താണെന്ന് അറിയാം, നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ദേഷ്യമായിരിക്കും. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ എല്ലാം സ്വപ്ന വീടായിരിക്കും. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ എല്ലാം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പം അവരൊക്കെ ഈ കിച്ചണിലൊക്കെ സ്ലാബൊക്കെ വിരിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഭംഗി ആയിട്ടാണ് കിച്ചണിൻ്റെ ഒക്കെ അതൊക്കെ ചെയ്തത്. എല്ലാവർക്കും നല്ല പോസിറ്റീവ് പറയാനുള്ളത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വരിക. നമ്മൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റിനെല്ലാം അറിയാം. അവൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ ഭംഗിയായിട്ടാണ് വേറെ രീതിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി തന്നെ ആണ്. പക്ഷെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഈ ഒരു രീതിയാണ് നമ്മൾ എല്ലാ വീടുകളിലും ചെയ്യല്. പിന്നെ കസ്റ്റമർ ചില കസ്റ്റമർ ഉണ്ട് നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞു തരും. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്, അതിനൊരു നെഗറ്റീവ്
ഇന്നത് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അപ്പൊ പിന്നെ നമ്മളത് വേണ്ട, അങ്ങനെ ചെയ്താൽ മതി, മനസ്സിലായല്ലോ. അപ്പൊ ചിലപ്പോൾ ടെസ്റ്റ് അവിടെ നിൽക്കും. കിച്ചണിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ സിങ്കൊക്കെ ചെയ്തില്ലേ, ടെസ്റ്റ് നിൽക്കുന്ന സംഗതി ഒഴിവാക്കിയിട്ട് അത് കവർ ചെയ്ത് ചെയ്താൽ അതൊക്കെ നമ്മൾ ഹാപ്പിയാണ്. അങ്ങോട്ട് പറയുമ്പോൾ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലേബർമാരെന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവാണ് ആൾക്കാരാണ്. കസ്റ്റമർ നമ്മളെ ലേബേഴ്സ് ഹാപ്പി കേട്ടോ, നമ്മളോട് ഇതൊന്നും നല്ല കസ്റ്റമറാണ് തന്നെ നമ്മളോട് വന്ന് കണ്ട്. ചില സ്ഥലത്തൊക്കെ വർക്ക് എടുത്ത് പറയും ഇങ്ങനത്തെ കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് ഇനി വർക്ക് തരരുതിട്ട് പറയും. കാരണം ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലും. പക്ഷെ ഇത് വിരിച്ച കഴിയുമ്പോൾ ആളെ ഹാപ്പി ആയിക്കാരം. ഇത് നമ്മൾ ടെൻഷൻ ഇങ്ങനെ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഏറ്റവും വർക്ക് എടുക്കുമ്പോൾ ഇത് ശരിക്ക് പവറല്ല, ഒരു ഇതാണ്, കഴിവാണ്. മാർബിളിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രം വരെയൊക്കെ പോലെയാണ്. അപ്പോൾ ഈ പണിക്കാരന്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് ഇത് ദേഷ്യം വരുന്നട്ടെ, അവരെ മൈൻഡ് ഡിസോർഡർ ആവുകയാണ്. മൈൻഡ് ഇതായി കഴിഞ്ഞാൽ പിന്നെ വർക്ക് എടുക്കണം ഒന്നും ശരിയാവില്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള സൈറ്റിൽ നമ്മൾ ചെന്ന് പറയും ഒരു വർക്ക് എടുത്തോട്ടെ, കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യട്ടോ, നിങ്ങൾ എന്തുണ്ടെങ്കിലും ഇന്നെ വിളിച്ചാൽ മതി അറിയും. പണിക്കാരോട് പറയണ്ട, ഇന്നെ വിളിച്ചാൽ മതി. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പണിക്കാർക്ക് ചിലപ്പോൾ എല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, അവർക്ക് അറിയും, പക്ഷെ ചില ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് ചില സൈറ്റിൽ നിന്നൊക്കെ വരലുണ്ട്. അത് വിരിച്ച് കഴിയുമ്പോൾ ആൾ ഹാപ്പിയാണ്. വിരിച്ച് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആള് ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഇത് കണ്ടില്ലേ, നമ്മളെ കസ്റ്റമർ ഹാപ്പിയാണ്. ഇതുപോലെ നിങ്ങളുടെ വീടും നിങ്ങളും ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.